നമസ്കാരം. നമ്മൾ പുതുതായിട്ട് ആരംഭിച്ചൊരു പ്രൊജക്റ്റാണ് സ്നേഹസ്പർശം. സ്നേഹസ്പർശം എന്ന് പറയുന്നത് ഈ പള്ളിക്ക് ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ഭക്ഷണം, വസ്ത്രം, മരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, ഈ ഒരു വലിയ ലക്ഷ്യത്തിലും ആഗ്രഹത്തിലും ആരംഭിച്ചതാണ്. ഈ പള്ളിയുടെ വാതുക്കൽ ഒരു ബോർഡ് വെച്ചു. അതാണ് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത്: ഈ പ്രദേശത്താരും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടരുത്, വസ്ത്രത്തിന് ബുദ്ധിമുട്ടരുത്. കാരണം ഒരു പള്ളി ചുറ്റുപാടുമുള്ളവർക്ക് ഒരു ആശ്രയമാവണം. അതായിരിക്കണം ഒരു പള്ളി. ഒരു പള്ളിയിൽ വന്ന ഒരാൾ കരഞ്ഞ് മക്കളെ പഠിപ്പിക്കാൻ നിർവാഹമില്ല, അല്ലെ വിവാഹം കഴിപ്പിച്ചയക്കാൻ നിർവാഹമില്ല എന്ന് പ്രാർത്ഥിച്ചാൽ തമ്പുരാനൊന്നും പെട്ടെന്ന് മുകളിൽ നിന്ന് കെട്ടിയിറക്കി കൊടുക്കത്തില്ല. അപ്പോൾ ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം അതൊരു പുരോഹിതനായ എന്നിലുണ്ട്, ആ പള്ളിയിൽ കൂടുന്നവരിലും ഉണ്ട്. അവിടെ കടന്നു വരുന്ന നേർച്ചകളും കാഴ്ചകളും അവിടെയുള്ളവർക്ക് ഭക്ഷണം കഴിക്കാനും അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും ഉള്ളതല്ല. തീർച്ചയായിട്ടും അതിവിടെ കടന്നു വരുന്ന കർത്താവ് തന്നെ എന്താ പറഞ്ഞത്? ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തതാണ് എനിക്ക് ചെയ്തത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇതൊരു വലിയ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. അതെനിക്ക് അങ്ങനെ ഒരു വലിയ തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ ക്രമീകരണം ഇവിടെ ചെയ്യുന്നത്. എല്ലാ മാസവും നമ്മൾ ഏതാണ്ട് ഒരു 170 ഭവനങ്ങൾ കിറ്റ് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 75-80 വീടുകൾ നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 25 വീടുകൾ ഓരോ വർഷം നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊന്നും എൻ്റെ യാതൊരു പ്രത്യേകതയല്ല, എൻ്റെ ഒരു മേന്മയല്ല, എനിക്കിതിനകത്തൊരു പങ്കുമില്ല. ദൈവം എന്നെ ഒരു ഉപകരണമായി എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുമാത്രമേ എനിക്കിതിനകത്ത് പറയാനുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കുള്ള ഒരു വലിയ ഉത്തരവാദിത്വം, കടമ ഈ സമൂഹത്തോടുള്ളത് മറന്ന് പ്രവർത്തിക്കുവാൻ ഇടയാവരുത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം.